ഈ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 0, 0 if x equal to 0, and mod x minus 1 if x greater than 0. For what values of a does limit extending to a f of x exist? അതായത് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ എന്താണ് വരേണ്ടത്? അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കണം. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിൽ ഫങ്ഷൻ മോഡ് എക്സ് പ്ലസ് 1 യൂസ് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ എഫ് ഓഫ് എക്സ് മോഡ് എക്സ് മൈനസ് 1 ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, 0-ൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. കാരണം എക്സിൻ്റെ വാല്യൂ 0-ൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റും റൈറ്റും കാണും. അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആവാതെ വരുമ്പോഴാണ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന 0-ലില്ലേ, 0 മാത്രമേ നമുക്ക് ഡൗട്ടുള്ളൂ. അവിടെ ലിമിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. കാരണം സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള ലിമിറ്റ് കാണാൻ പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള ലെഫ്റ്റും റൈറ്റും കാണും. അത് സെയിം ആയാലേ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ആവുള്ളൂ. 0 ഒഴിച്ച് ബാക്കിയുള്ള പോയിന്റിലൊന്നും നമ്മൾ ലെഫ്റ്റും റൈറ്റും കാണുന്നില്ല. അതുകൊണ്ട് അവിടെ എല്ലാം ലിമിറ്റ് ഡിഫൈൻഡ് ആണ്. സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലം മാത്രമേ ഡൗട്ടാണ്, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണോ എന്നുള്ള സംശയമുണ്ട്. സ്പ്ലിറ്റ് ആവാത്ത മറ്റ് പോയിന്റുകളിലൊന്നും നമ്മൾ ലെഫ്റ്റും റൈറ്റും കാണുന്നില്ല. അവിടെയൊക്കെ ലിമിറ്റ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ 0 മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ 0-ലുള്ള ലിമിറ്റ് ഞാൻ കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0-ലുള്ള ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം കാണാം, എന്നിട്ട് 0-ലുള്ള റൈറ്റ് ലിമിറ്റും കാണാം. രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കാം. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതേണ്ടത്? ഇതിൽ എഫ് ഓഫ് എക്സ് ഏതാണ് എഴുതേണ്ടത്? ഇതിൽ ഇവിടെ നോക്കണം. 0 മൈനസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 ആണ് അല്ല, എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 ആണ്. സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് ശരിയാവുന്നത്. ഫസ്റ്റ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ മോഡ് എക്സ് പ്ലസ് 1 വേണം എഴുതാനായിട്ട്. മോഡ് എക്സ് പ്ലസ് 1 എഴുതി. ഇനി നമ്മൾ എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ മോഡ് 0 പ്ലസ് 1 വരും. മോഡ് 0 0 ആണെന്ന് അറിയാമല്ലോ. മോഡുലസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിയുള്ള ഒരു ഇതാണല്ലോ മോഡുലസ്. മോഡ് 0 0 ആണ്. 0 പ്ലസ് 1 1. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി റൈറ്റ് ലിമിറ്റ് കാണാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഏതാ എഴുതേണ്ടത്? 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 0. എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ തേർഡ് കണ്ടീഷനാണ്. മോഡ് എക്സ് മൈനസ് 1 ആണ് എഴുതേണ്ടത്. ഇനി നമ്മൾ നേരെ എക്സിന് 0 കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് മോഡ് 0 മൈനസ് 1 വരും. അതായത് 0 മൈനസ് 1. 0 മൈനസ് 1 മൈനസ് 1 ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം അല്ല. ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് ലിമിറ്റ് മൈനസ് 1ഉം ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
സീറോയിൽ ലിമിറ്റ് ഇല്ല, സീറോയിൽ ലിമിറ്റ് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള പോയിന്റിലോ 1ലും 2ലും 3ലും ഒക്കെ ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. കാരണം 1ലും 2ലും 3ലും ഒക്കെ ലിമിറ്റ് കാണാൻ പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും കാണുന്നില്ല, അത് രണ്ട് സെയിം ആയിക്കോളും. അതുകൊണ്ട് അവിടെ ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 0 മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വന്നുള്ളൂ. അപ്പോൾ സെയിം അല്ലാതെ വന്നു, അതുകൊണ്ട് 0യിൽ ലിമിറ്റ് ഇല്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലിമിറ്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എയുടെ എന്ത് വാല്യൂവിനാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും വരാം. മനസ്സിലായല്ലോ? എയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും വരാം. എ ക്യാൻ ബി എനി റിയൽ നമ്പർ അതർ ദാൻ 0. 0 കൊടുക്കുമ്പോൾ ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. 0 അല്ലാത്ത 1ഉം 2ഉം 5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഉണ്ട്, അവിടെ ലെഫ്റ്റും റൈറ്റും കാണാത്തത് കൊണ്ട്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ആവുന്നത് 0 ഒഴിച്ചിട്ടുള്ള എല്ലാ റിയൽ നമ്പറിനും ലിമിറ്റ് ഡിഫൈൻഡ് ആണ്.